പെൺമക്കളില്ലേ? എനിക്ക് പെൺമക്കളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ നമ്മളെ മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന്റെ ചെറിയ പെൺകുട്ടിയെ കണ്ടു. അങ്ങനെ പെൺമക്കളുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്നല്ല, പിന്നെയോ അവർക്ക് ഭൗതികമായ വിദ്യ നൽകണം, ആത്മീയമായ വിദ്യ നൽകണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമാണ് ഭൗതികം പഠിപ്പിക്കാൻ. ആത്മീയത പഠിച്ചില്ലെങ്കിലും സാരമില്ല. നിങ്ങളെ നാടൊക്കെ നല്ല നാടായതുകൊണ്ട് ഇവിടെ പെൺകുട്ടികൾ മദ്രസ ഒഴിവാക്കാതെ നിർത്താതെ നേരെ മദ്രസയിൽ വന്ന് പഠിക്കുന്ന പെൺകുട്ടികളാണ്. അതേ സമയത്ത് എന്റെ ഭാഗത്ത് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ? പെൺകുട്ടി ഒരൽപ്പം വലുതായാൽ ഉപ്പ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് വന്ന് പറയും. എന്താ പറയണേ? ഉസ്താദേ, നന്റെ മോലു അവൾ തെൽ ബെൽഞ്ഞിറാല്, നന്റെ മോലു തെല്ല് ബെൽഞ്ഞിറാല്. ഞാൻ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, ബലിയോഗ എന്താ? ചെക്കമാ. ചെക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതിങ്ങനെ വാടിപ്പോകും, കായ ഉണ്ടാവും, പഴുക്കും. ഇതുപോലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ പെൺകുട്ടിന്റെ ഉപ്പ പറയാണ്, ഉസ്താദേ എന്റെ മോള് ബെൽഞ്ഞിറാൽ ഉസ്താദേ, ബെൽഞ്ഞത് കൊണ്ട് മദ്രസത്തേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റൂല ഉസ്താദേ, അതുകൊണ്ട് നിങ്ങളൊന്നും കരുതരുത്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് കരുതി ആയിക്കോട്ടെ. അതേ സമയത്ത് പിറ്റേന്ന് ഈ പെൺകുട്ടി തന്നെ AC റോഡ് ജംഗ്ഷനിൽ നിൽക്കാണ്. എങ്ങോട്ടാ പോണത്? മംഗലാപുരം ശ്രീനിവാസിലേക്കാ പോണത്. അപ്പ ബെലിഞ്ഞിട്ടില്ല. മംഗലാപുരത്തെ ശ്രീനിവാസിൽ പോയി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പഠിക്കുമ്പോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുമ്പോ അപ്പ എന്റെ മകൾ ബെലിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വലുതായിട്ടില്ല, അപ്പ ചെറുതന്നെ. സുഹൃത്തുക്കളെ, ആ ചിന്താഗതി സങ്കുചിതമായ ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പെൺകൊടികൾ പിഴച്ചു പോകാൻ കാരണം, നമ്മുടെ പെൺകൊടികൾ അധപ്പതിക്കാൻ കാരണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷിതാക്കൾ മക്കൾക്ക് ഭൗതികമായ വിദ്യ നൽകണം, അതേ സമയത്ത് അതോടൊപ്പം ആത്മീയമായ വിദ്യ നൽകണം. അതിനെന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതാ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വിമൻസ് കോളേജുകളുണ്ട്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളുണ്ട്. പുരുഷനും അവിടെ ബന്ധമില്ല, ഒരന്യ പുരുഷനോടും ബന്ധം സ്ഥാപിക്കാനുള്ള സാഹചര്യമില്ല. അവിടെ വിദ്യാഭ്യാസം കൈമാറുന്നത് സ്ത്രീകളാണ്, വിദ്യ വരുന്നതോ പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് വിമൻസ് കോളേജ് എന്ന് പേര് നൽകുന്നത്. കേവലം പെൺകുട്ടികൾ മാത്രം പഠിക്കുകയാണ്. ഒരു 10 ബെഞ്ച് ആ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അതിലുള്ളത് മുഴുവനും പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ മാത്രം പഠന വിമൻസ് കോളേജ് അത് നടത്തുന്നതാരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. രക്ഷിതാക്കളെ, കാശ് ലക്ഷങ്ങൾ ഈടാക്കേണ്ടതില്ല. കാരണം ആ സ്ഥാപനങ്ങളുടെ മേധാവികൾ പണം സംഗ്രഹിച്ച് വലിയ വലിയ വീട് കെട്ടാൻ മോഹിച്ചിരിക്കുന്നവരല്ല. ഭൗതിക കലാലയങ്ങളെ പടുത്തുയർത്തിയ മേധാവികളെ പോലെയല്ല. ആത്മീയ ഗുരുക്കന്മാരായ പണ്ഡിതന്മാർ ചെറിയ കാശ് ഈടാക്കിയാൽ തന്നെ ഒരൊറ്റ ക്യാമ്പസിന്റെ ഉള്ളിലായി ഭൗതികതയും ആത്മീയതയും ഒന്നിച്ച് വിദ്യ നുകരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, മോളെ, ഇതിപ്പോ അധ്യയന വർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യയന വർഷമൊന്ന് അവസാനിച്ചാൽ എന്റെ വാക്കൊന്ന് നിന്റെ മനസ്സിൽ സൂക്ഷിക്കണേ. ഈ സംസാരമൊന്ന് ഭദ്രമായി കീപ്പ് ചെയ്യണേ. നീ നിന്റെ ഉപ്പാന്റെ അരികിൽ ചെന്ന് പറയണം, ബാപ്പാ, എനിക്ക് നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നാളെ ഞാൻ എന്നും നിങ്ങൾക്ക് ുണ്ടോ? എന്നാൽ അന്ന് വാദിന് വന്ന ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ
ഏതെങ്കിലും ഒരു സുന്നി വിമൻസ് കോളേജിൽ എന്നെയൊന്ന് കൂട്ടോ. കാരണം എന്താണ് പെങ്ങളെ, നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം സാഹചര്യങ്ങൾ മുഴുവനും അങ്ങനെയാണ്. എവിടെ നോക്കിയാലും വൈകാരികമാണ് പരിസരങ്ങളാണ്. അതേ സമയത്ത് സാഹചര്യത്തെയാണ് അടച്ചു കളയേണ്ടത്. ഒരാൾക്ക് രോഗം വന്നാൽ ആ രോഗം മാറാൻ വേണ്ടി മരുന്ന് തരും. ഇംഗ്ലീഷ് മരുന്നൊക്കെ ഏകദേശം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ അസുഖം മാറിയാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും വരും. ഈ അലർജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സാധനമല്ല, അത് രോഗമാണ്, ശയ്യല്ല, മറിച്ചൊരു രോഗമാണ്. ആ രോഗം ഒരാളെ പിടിപെട്ടാൽ അയാൾ മരുന്ന് കഴിക്കും. എന്നാ കുറച്ച് കഴിഞ്ഞാൽ അസുഖം മാറും. പിന്നെ വീണ്ടും കുറെ കഴിഞ്ഞിട്ട് എണ്ണ കഴിച്ചാൽ, അല്ലെങ്കിൽ പാല് കുടിച്ചാൽ, അല്ലെങ്കിൽ കോൾഡ് കുടിച്ചാൽ സുബ്ഹാനല്ലാഹ് വീണ്ടും തുടങ്ങും. മൂക്ക് നിങ്ങൾ ഇറ്റാൻ തുടങ്ങും, പിന്നെ തുമ്മൽ തുടങ്ങും. ഒക്കെ അലർജിയാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് അലർജി ഈസ് നോട്ട് ആൻ ഡിസീസ്. അലർജി എന്നത് രോഗം തന്നെയല്ല. കാരണം എത്ര മരുന്ന് കുടിച്ചാലും രോഗം മാറൂല. അതേ സമയത്ത് ഹോമിയോപ്പതി എന്നൊരു പറയുന്ന പിന്നെ അസുഖങ്ങൾ മാറാനുള്ള ഒരു വകുപ്പാണ്. അവരൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, രോഗത്തിന് മരുന്നല്ല. പിന്നെയോ അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ടോ. കേവലം അത് മാത്രമല്ല, ഹോമിയോപ്പതി മാത്രമല്ല. പിന്നെ എങ്ങനെയാണ് അവർ മരുന്ന് ചികിത്സിക്കുന്നത്? രോഗത്തിനല്ല, മറിച്ച് ആ രോഗം ഉണ്ടാകാനുള്ള സബബ്, കാരണം, ആ കാരണത്തിനാണ് ചികിത്സ നൽകുന്നത്. അപ്പൊ കാരണത്തിന് ചികിത്സ നൽകിയാ പിന്നെ രോഗട്ട് വരാനുമില്ല. കാരണം ആ കാരണം ഉണ്ടെങ്കിലല്ലേ പിന്നെ രോഗം വരൂ. അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യം. നമ്മുടെ പെൺകൊടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവര് കേടാകാൻ നിമിത്തമായ സാഹചര്യങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്. ആ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരതാ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തിങ്ങിക്കൂടുന്നു. അവിടെ അവര് ഒരുമിച്ച് കൂടുന്നു. നോക്കുമ്പോ പെൺകൊടികളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ ഒരു മൊബൈൽ ഷോപ്പിൽ കയറുന്നു. നേരെ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് റീചാർജ് ചെയ്യിക്കുന്നു. അപ്പൊ റീചാർജ് ചെയ്യുമ്പോ ഇവളെ നമ്പർ കൈമാറുന്നു. അപ്പൊ മൊബൈൽ കടക്കാരൻ മൊബൈൽ നമ്പർ സേവ് ചെയ്യുന്നു. അവൻ ഒരുപാട് തോന്നിവാസ ചെറുപ്പക്കാർക്ക് കൈമാറി കൊടുക്കുന്നു. പിന്നെ അവർ നിരന്തരമാണ് ഈ പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഒരു തവണ വിളിച്ചപ്പോൾ ഇവർ പ്രതികരിക്കുന്നില്ല. പക്ഷേ വിളിയങ്ങ് നിരന്തരമായി തുടർന്നപ്പോ ഇവൾ ഒരു മനുഷ്യനല്ലേ, ഒരു സാധാരണ പെണ്ണല്ലേ. ഇവൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ എന്താണ് കുഴപ്പം? അപ്പുറത്തെ ആയിഷക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ, ഇപ്പുറത്തെ നഫീസക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ. അപ്പൊ എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ ആ പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ സാഹചര്യം ഒരുക്കിയത് അവളെ കൈവെള്ളയിൽ മൊബൈൽ കൊടുത്തിട്ടാണ്. അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളെ അടക്കണം. ഓ പെങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയങ്ങളിൽ പോയി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു തോന്നിവാസത്തിലും അകപ്പെടാൻ വഴിയില്ല. അങ്ങനെ നന്നാകണമെങ്കിൽ ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയവരാണ്. ആരാണ് ആ സ്ത്രീകളെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി നഫീസ ബീവി റളിയല്ലാഹു അൻഹാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെയാണ് അനുകരിക്കേണ്ടത്, സിനിമാ നടിമാരെയല്ല. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളുടെ ഹെയർ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? അത് ഏതോ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടിയെ അനുകരിക്കുകയാണ്. വേണ്ട വേണ്ട, പെങ്ങളെ അനുകരിക്കാൻ ഒരുപാട് മഹദിമാരുണ്ട്. ആ മഹദിമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീവി നഫീസ ബീവിയെ അനുകരിച്ചാൽ നാളെ ബീവിയുടെ പിന്നിൽ അണിനിരന്ന് പെങ്ങന്മാരായ നിങ്ങൾക്ക് സ്വർഗത്തിലങ്ങ് കടന്നു ചെല്ലാം.
കാരണം എന്താണ്? നഫീസ ബീവിയുടെ ചരിത്രം എന്താണ്? സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് പ്രസംഗിച്ചു, അതുപോലെ ധാരാളം ഉസ്താദുമാർ ഇവിടെ പ്രസംഗിച്ചു. അവരൊക്കെ ശൈഖ് ജീലാനിയുടെ കറാമത്ത് പറഞ്ഞത് നിങ്ങൾ കേട്ടു. കേവലം ഔലിയാക്കളിൽ പുരുഷന്മാര് മാത്രമല്ല, ഒരുപാട് വനിതകൾ സുബ്ഹാനല്ലാഹ് കറാമത്ത് കാണിച്ച മഹദിമാര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉയർന്ന തസ്തികയിൽ ജീവിക്കുന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട ബീബി നഫീസ റളിയല്ലാഹു അൻഹാ. ഒരു ചെറിയ കറാമത്ത് മഹാമഹദിയുടെ ജീവിതത്തിൽ വന്നത് ഞാനിപ്പോൾ ഇവിടെ പങ്കുവെക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ നഫീസ ബീബി റളിയല്ലാഹു അൻഹാ അതാ എവിടെയാണ് വളർന്നത്? അതാ ജനിച്ചത് മക്കയിലാണ്. പക്ഷേ വനശഅത് ബിൽ മദീന, ആ മഹദി വളർന്നത് എവിടെയാണ്? മദീനയിലാണ്. ഇമാം ശബലഞ്ചി റളിയല്ലാഹു അൻഹുവിന്റെ നൂറുൽ അബ്സാർ ഫീ മനാഖിബി ആലി ബൈത്തിൻ നബി മുഖ്താദിമാരെ പരിചയപ്പെടുത്തിയതിൽ കാണാൻ കഴിയും. പുരുഷന്മാരായ തങ്ങന്മാരെ കുറിച്ചും ബീവിമാരായ സ്ത്രീകളെ കുറിച്ചും പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അതിൽ ബീവിയായ നഫീസ ബീവിയെ പരിചയപ്പെടുത്തിയത് കാണാം. ജനിച്ചത് മക്കയിലാണ്, വളർന്നത് മദീനയിലാണ്. പക്ഷേ മദീനയിൽ വളർന്നെങ്കിലും നേരെ അങ്ങ് മിസ്രിലേക്ക് അങ്ങ് പോയി, ഈജിപ്തിൽ പോയി. അതുകൊണ്ടാണ് മരിയ പറയുന്നത് എങ്ങനെയാണ്? ഈജിപ്തുകാർത്തിയായ നഫീസ ബീവി യഥാർത്ഥത്തിൽ ജനിച്ചത് ഈജിപ്തിലല്ല, വലുതായത് ഈജിപ്തിലല്ല. ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മക്കയിലാണ്. വളർന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി മദീനയിലാണ്. എന്നിട്ട് അവിടുന്ന് താമസാണ്. ആ ഈജിപ്തിലങ്ങ് താമസിക്കുമ്പോ തൊട്ടടുത്ത വീട്ടിൽ അതൊരു യഹൂദിയുടെ വീടാണ്. സൗഹാർദ്ദം കണ്ടില്ലേ? നഫീസ ബീവി റളിയല്ലാഹു അൻഹാ അത്രയും വലിയ മഹദിയായിട്ട് പോലും ആ നഫീസ ബീവി തൊട്ടടുത്ത വീട് അത് മുസ്ലിം വീടായിരുന്നില്ല. പിന്നെ ആരുടെ വീടായിരുന്നു? അതൊരു യഹൂദിയുടെ വീടായിരുന്നു. ആ തൊട്ടടുത്ത വീട് യഹൂദിയുടെ വീടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ തൊട്ടടുത്ത വീട് യഹൂദിയുടെ വീടാകരുത്, അല്ലെങ്കിൽ അമുസ്ലിമിന്റെ വീടാകരുത്, ക്രിസ്ത്യാനിയുടെ വീടാകരുത് എന്നൊന്നുമില്ല. കാരണം നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ഈജിപ്തിലങ്ങ് ജീവിക്കുന്ന സമയത്ത് മഹദിയുടെ തൊട്ടടുത്ത വീട് അതൊരു മുസ്ലിമിന്റെ വീടല്ല, മറിച്ച് ഒരു യഹൂദിയുടെ വീടാണ്. ആ യഹൂദിക്ക് ഒരു മകളുണ്ടായിരുന്നു. ആ മകൾക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗമെന്താണ്? അവൾക്ക് നിൽക്കാൻ കഴിയൂല, സ്വന്തമായി നടക്കാൻ കഴിയൂല, എപ്പോഴും ഇരുന്നു കൊണ്ട് തന്നെ. ഒരു ദിവസം യഹൂദിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. എങ്ങോട്ട്? ബാത്റൂമിലേക്കാണ്, ടോയ്ലറ്റിലേക്കാണ്. ഇന്നത്തെ പോലെയല്ല പഴയകാല സാഹചര്യം. കാരണം വീടിന്റെ ഉള്ളറകളിൽ തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമും. അതേ സമയത്ത് പഴയ കാലങ്ങളിൽ നിങ്ങൾ നോക്കൂ, വീടിന്റെ എത്രയോ അല്പം ദൂരെയാണ് ടോയ്ലറ്റ് ഉള്ളത്. ഈ നഫീസ ബീവിയുടെ തൊട്ടടുത്ത് ഒന്ന് ടോയ്ലറ്റിലേക്കൊന്ന് പോകണമെന്ന് തോന്നി. പക്ഷെ പോകുമ്പോ ഈ ചെറിയ പെൺകുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കാരണം നടക്കാൻ കഴിയില്ലല്ലോ. കൂട്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ മോളോട് ചോദിച്ചു, മോളെ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിലേക്ക് പോവാണ്, നീയും ഒന്ന് കൂടെ വരുമോ? മകൾ പറഞ്ഞു, പറ്റില്ല ബാപ്പാ, പറ്റില്ല. കാരണം ലാ അസ്തതിഉൽ ഖിയാമ വൽ മശിയ, എനിക്ക് നിൽക്കാനും കഴിയില്ല, നടക്കാനും കഴിയില്ല. അപ്പ ചോദിച്ച, എന്നാ പിന്നെ മോളെ നീ ഒറ്റയ്ക്ക് ഇവിടെ എന്തെങ്കിലും എണീറ്റ് കഴിയില്ല. അപ്പ പിന്നെ
എന്താണ് ഇതിലൊരു അടുത്ത് തന്നെ നിങ്ങൾ പോയാ മതി, എന്നാൽ കൂട്ടിക്കൊണ്ട് പോയാ മതി. യഹൂദിയായ ബാപ്പ ആ ബീവി അടുത്ത് പോയി മകളെ അവിടെ ഇരുത്തി. നഫീസ വീട്ടിലേക്ക് വരെ അവൾക്ക് നിൽക്കാൻ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. പുതിയ മകളെ തിരുത്തിയിട്ട് പോയി നേരമാണ് കാണി തയ്യാറായ പെണ്ണി പോകുന്നു. അല്പല്പലേശമായ കാലം മുന്നോട്ട് വെച്ച് നടന്നു പോകുന്നു. ബീവിയുടെ അടുത്ത് മകളെ ഇരുത്തിയ യഹൂദിയായ പിതാവ് തന്റെ പ്രാഥമിക ആവശ്യം തീർത്ത് നേരെ മടങ്ങി വന്നു നോക്കുമ്പോ നേരത്തെയുള്ള എന്റെ മകൾ തന്നെയാണ്. പക്ഷേ നേരത്തെ എന്റെ മകൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിഞ്ഞില്ല, അവൾക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ എന്റെ മകൾ സ്വന്തമായി എണീറ്റു നിൽക്കുന്നു, അവൾ സ്വന്തമായി അങ്ങ് നടന്ന് നീങ്ങുന്നു. ഇത് കണ്ടപ്പോ വല്ലാത്ത അത്ഭുതമായി. കാരണം ഒരു കാണിച്ചതാണ്, ഒരുപാട് ഭിഷഗ്വരന്മാരെ കാണിച്ചതാണ്, പക്ഷേ ഒന്നും ഫലിച്ചില്ല. ബീവിയുടെ മകളെ എത്തിയപ്പോ മാറ്റം വന്നുപോയി. ആണ് സംഭവിച്ചത് മോളെ, ഒന്ന് പറഞ്ഞോ? അപ്പോഴാണ് ബാപ്പാ ഒരു ഡോക്ടറും അവിടെ നിന്നില്ല, ഒരു സത്തില്ല. അതേ സമയത്ത് എന്താ അതാ ബീവി തിരിക്കുമ്പോ നിസ്കാരത്തിന് സമയമായപ്പോ അതാ ബീവി അവിടുന്ന് ഉതുവെടുത്ത വെള്ളം എന്റെ ശരീരത്തിലങ്ങ് ചേർന്നപ്പോ ആ സയ്യിദത്തായ ബീവിയുടെ കറാമത്തിന്റെ പവർ കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞാനങ്ങ് സ്വന്തമായി എണീറ്റ് നിന്ന് നടന്നു നീങ്ങി. നാം എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ കൂറത്തതങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും എണീറ്റ് നിന്ന് തങ്ങളവരുകൾ സ്വീകരിക്കണം. وجب شكر علينا ما دعا لله داعٍ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സാധുക്കളായ നമ്മെ നയിക്കാനുള്ള നേതൃത്വം അല്ലാഹു സയ്യിദ് അവർക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഈ പിന്നിൽ ഇരിക്കുന്ന ആളുകൾ ഒക്കെ എണീറ്റ് നിന്ന്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, തങ്ങൾ വേദിയിൽ എത്തിയതുകൊണ്ട് ബഹുമാനത്തോടെയാണ് പറയുന്നത്. എല്ലാവരും അടുത്തേക്ക് വരിക ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ തങ്ങളവരുടെ വിലപ്പെട്ട ഉപദേശവും ഭക്തി നിർഭരമായ പ്രാർത്ഥനയാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മേക്കാൾ വളരെയധികം ക്ഷീണമുള്ളതാണ്. കാരണം എത്രയോ പരിപാടികൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ. ഇനി എങ്ങോട്ടൊക്കെ പോകാനുണ്ട് തങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിലപ്പെട്ട ഉപദേശം ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നടത്തി തരും. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ആ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാ ഉമ്മമാരെ, അതുപോലെയുള്ള മഹദിമാരാണ്, അവരെയാണ് നാം അനുകരിക്കേണ്ടത്. ചെറുപ്പക്കാരെ, നമുക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ, ആ മഹാന്മാരെയാണ് അനുകരിക്കേണ്ടത്.
ഇവിടെ നാം ആരെയാണ് അനുസ്മരിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ, അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഈ കഴിഞ്ഞ ജനുവരി 11, 12, 13 തീയതികളിൽ എട്ടിക്കുളത്ത് വെച്ച് താജുൽ ഉലമ തങ്ങളവരുടെ ഉറുസ് പരിപാടി നടന്നു. എത്ര ആളുകളാണ് അവിടെ പോയത്? ഏതെല്ലാം നാട്ടുകാരാണ് അവിടെ പോയത്? സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? കാരണം തങ്ങളവരുടെ പവറാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സുഹൃത്തുക്കളെ, ആ താജുൽ ഉലമ നമ്മെ നയിച്ചത് ഏതൊരു വഴിയിലാണോ അതിലങ്ങ് സഞ്ചരിക്കണേ. കാരണം എന്താണ്? അതുപോലെയുള്ളൊരു നേതൃത്വത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരേ നേരത്ത് സയ്യിദാണ്, അതേ സമയത്ത് ആലിമാണ്, അതേ സമയത്ത് ആബിദാണ് കേട്ടോ. അല്ലാഹു ബഹുമാനപ്പെട്ട തങ്ങളുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ താജുൽ ഉലമയുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്താണ്? ഹക്കിന് വേണ്ടി ശബ്ദിക്കുക എന്നതാണ്. ഹക്കിന് വേണ്ടി ശബ്ദിക്കുക, ബാത്തിലിന് എതിരായി ശബ്ദിക്കുക. അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ധീരതയാണ്. ഞാനിപ്പോ ഓർത്തു നോക്കുന്നു, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ അടുത്ത് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവരുകൾ ഖാദിയായിട്ടുള്ള ഉജിരഭാഗത്ത് പള്ളിത്തടക്ക എന്ന് പറയുന്ന മഖാമ്, അവിടെ ഒരു ഉറൂസ് പരിപാടിക്ക് പ്രസംഗത്തിന് വേണ്ടി പോയപ്പോൾ ആ പ്രസംഗത്തിന്റെ സദസ്സിൽ ആത്മീയമായ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ജ്യേഷ്ഠ സഹോദരനായ ഹാമിദ് ഇമ്പിച്ചുകോയ തങ്ങളവരുകൾ വന്നിരുന്നു. ആ തങ്ങളവരുകൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം വളരെ ഗൗരവത്തോട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ പറഞ്ഞു, എന്റെ ബാപ്പയായ താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, താജുൽ ഉലമ മഹാനവരുകളുടെ ചാരത്ത് അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഖുർആൻ പാരായണം നടക്കുന്നു, മറുഭാഗത്ത് ബുറുദയുടെ ഈരടികൾ അവിടുന്ന് ഉരുവിടുന്നു. അതിന്റെ ബാക്കിയെന്നോണം തങ്ങളവരുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇതുപോലെ ബാപ്പ എവിടുന്ന് വഫാന സമയത്ത് തങ്ങൾ പറയുകയാണ്, എന്റെ മകൻ, ആ മകൻ തൊട്ടടുത്തിരുന്നവിടെ ബുറുദ പാടുകയാണ്. മരിക്കുന്നതിന് എത്രയോ കുറെ മുമ്പൊന്നുമല്ല, ഒരൽപ്പം മുമ്പ് മാത്രമാണ്. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ്. പക്ഷേ ബുറുദയുടെ ഈരടികൾ എന്റെ മകനവിടുന്ന് ഉരുവിടുമ്പോ ബാപ്പ നിലത്തേക്കങ്ങ് കൈയടിച്ചു. ശ്രദ്ധിക്കണം, നിലത്തേക്കങ്ങ് കൈയടിച്ചു. കൈയടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഓതിയതിൽ തെറ്റുണ്ട് കേട്ടോ, ഓതിയതിൽ തെറ്റുണ്ട്, ശരിയാക്കിയിട്ട് ഓതണോ. പക്ഷേ തങ്ങൾ പറയുന്നു, എന്റെ മകൻക്ക് എവിടെയാണ് തെറ്റെന്ന് മനസ്സിലായില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്ന സമയം നോക്കിയപ്പോ താജുൽ ഉലമ എന്ത് ചെയ്തു? ഈ പേരക്കുട്ടി ഓതിയ തെറ്റേതാണ് അത് തിരുത്തിയത് മാത്രല്ല, തുടർന്നങ്ങ് ബുറുദ പാടുന്നു. വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പല്ല, വഫാത്തിന്റെ നേരത്താണ് നടക്കുന്നതെങ്കിൽ ഇവിടെയാണ് ഓർക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മജൂസിയായ അബൂ ലുഅ്ലുഇന്റെ കുത്തേറ്റ് സഹിക്കാൻ കഴിയാതെ വീട്ടിലങ്ങ് കിടന്ന് വിശ്രമിക്കത്ത്, മരണത്തിലങ്ങ് തയ്യാറാടി നിൽക്കുന്ന സമയത്ത് ഒരാള് വരുന്നു, ഒരു ചെറുപ്പക്കാരൻ വരുന്നു. നോക്കുമ്പോ ഉമർ തങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ്. ആ ചെറുപ്പക്കാരന്റെ തുണിയാണെങ്കിലോ നെരിയാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട്. മരണത്തെ അഭിമുഖമായി കാണുന്ന സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നോക്കി നിന്നില്ല. ഞാനിപ്പോ മരിക്കാനല്ലേ നിൽക്കേണ്ടത് എന്ന് ചിന്തിക്കാതെ നെരിയാണിക്ക് താഴെ തുണി അങ്ങ് ഇറങ്ങി വന്ന ബാത്തില് കണ്ടപ്പോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇർഫഅ സറാവീലക, നിന്റെ പാന്റ് ഒന്ന് മേലോട്ട് പൊക്കിക്കോ, അത് നെരിയാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പാരമ്പര്യമല്ലേ
ിന്റെ പാർശ്വനേരങ്ങളിൽ നമുക്ക് കാണാഞ്ഞത് കൊടുക്കട്ടെ. അവിടുന്ന് വഫാത്തായ സമയത്ത് എത്ര പേരാണ് അവിടെ ജനാസ നിസ്കാരത്തിന് വന്നത്? എന്തിനാണ് മുഅ്മിനീങ്ങളെ? നമ്മുടെ നിസ്കാരം കൊണ്ട് താജുൽ ഉലമ രക്ഷപ്പെടാനാണോ? അല്ല, മനസ്സിൽ വന്ന് പിന്നെ താജുൽ ഉലമക്ക് വേണ്ടി നിസ്കരിച്ചതുകൊണ്ട് നാം രക്ഷപ്പെടണോ? അങ്ങനെയുണ്ടോ ഉസ്താദേ? ഒരു മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചത് കൊണ്ട് നിസ്കരിച്ചവർ രക്ഷുന്നുണ്ടോ? ഉണ്ട്. നൂറുൽ എന്ന കിതാബിൽ ഇമാം ശബ്ലഞ്ചി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാഫിഈ ഇമാം ആ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ശാഫിഈ ഇമാം നഫീസ ബീവിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. ഇടയ്ക്കിടയ്ക്ക് നഫീസ ബീവിയുടെ ചാരത്തേക്ക് തന്റെ ശിഷ്യന്മാരായ റബീ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ബുവൈത്തി ഇമാമിനെ പോലെയുള്ള ശിഷ്യന്മാരെ പറഞ്ഞേക്കും. എന്തിനാണ്? നിങ്ങളൊന്ന് നഫീസ ബീവിയോട് പറയണം എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എന്റെ അസുഖമൊന്ന് മാറിക്കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്തു. അവസാനം പോയപ്പോ ശിഷ്യന്മാരോട് ദുആ ചെയ്തു. മത്തഅഹുല്ലാഹു ബിന്നളിരി ഇലാ വജ്ഹിൽ കരീം. അല്ലാഹുവിനെ കാണാൻ ശാഫിഈ ഇമാമിനെ അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അപ്പൊ ശാഫിഈ ഇമാം മനസ്സിലാക്കി ഇനി അസുഖം മാറുന്ന വിഷയമില്ല, ഞാനങ്ങ് മരണത്തിലേക്ക് തന്നെ. അങ്ങനെ ശാഫിഈ ഇമാം മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ എന്റെ മേലെ മയ്യത്ത് നിസ്കരിക്കാൻ ബീവി നഫീസക്ക് അവസരം കൊടുക്കണേ. ഇതാരും ദുർവ്യാഖ്യാനിക്കരുത് കേട്ടോ. അപ്പൊ ഉസ്താദേ, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരമുണ്ടോ ഉസ്താദേ? ഞാൻ ഇടയ്ക്ക് പറയട്ടെ, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഇമാമിയങ്ങൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മസ്അല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, പുരുഷന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. പുത്തൻവാദികൾ നമ്മുടെ സർവ്വ മയ്യത്ത് നിസ്കാരങ്ങളെ ബാത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് മുഴുവനും ഹറാമിന്റെ ശിക്ഷ കൊയ്ത് നൽകുകയാണ്. എന്തേ കാരണം? ഒരു മയ്യത്തിന്റെ മേലെ പുരുഷന്മാര് നിസ്കരിക്കാതെ, പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ ഒരു മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നത് ഫഹുവ ഹറാമുൻ ഖത്ആ. ഒരു തർക്കവുമില്ല, അത് കടുത്ത ഹറാമാണ് കേട്ടോ. ഇനി ചോദ്യമുള്ളത്, പുരുഷന്മാര് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അവിടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞ മറുപടി, നിസ്കരിക്കൽ സുന്നത്തില്ല. നിസ്കരിക്കൽ സുന്നത്തില്ല, തുസന്നു സുന്നത്താക്കപ്പെടും എന്നൊരു ഇബാറത്തില്ല. പിന്നെ എന്താണ് മസ്അല? നിസ്കരിച്ചാൽ വഖഅത്ത് നഫ്ലൻ, സുന്നത്തായിട്ട് സംഭവിക്കും, അല്ലാതെ ഹുക്മു സുന്നത്താണെന്ന് പറയാൻ പറ്റൂല. ആശിയത്തുൽ ബുജൈരിമി അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഞാൻ എന്തിനു പറഞ്ഞു പറഞ്ഞാൽ, ഉസ്താദേ നഫീസ ബീവി റളിയല്ലാഹു അൻഹ എന്റെ മയ്യത്ത് നിസ്കരിക്കണമെന്ന് ശാഫിഈ ഇമാം വസിയത്ത് ചെയ്തില്ലേ? അത് പാടുണ്ടോ? അതെപ്പോ? പുരുഷന്മാരെല്ലാവരും നിസ്കരിച്ചതിന് ശേഷം എന്റെ മയ്യത്ത് നഫീസ ബീവിയുടെ വീട്ടിന്റെ മുന്നിലൂടെ കൊണ്ടുപോകുമ്പോ ഒരൽപ്പം അവിടെ കയറ്റിയിട്ട് നഫീസ ബീവിക്ക് ഒരു അവസരം കൊടുക്കണോ? എന്തേ കാരണം? ബീവി സാധാരണക്കാർത്തിയല്ല. ആ ബീവി എങ്കാലും നിസ്കരിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഇമാം ശബ്ലഞ്ചി തങ്ങള് നൂറുൽ അബ്സാർ എന്ന ഗ്രന്ഥത്തിൽ നഫീസ ബീവിയുടെ ചരിത്രം പറഞ്ഞെടുത്ത് കാണാം. ശാഫിഈ ഇമാം അങ്ങ് വഫാത്തായി. ശാഫിഈ ഇമാമിന്റെ മേല് പുരുഷന്മാര് നിസ്കരിച്ചതിന് ശേഷം, നഫീസ ബീവി നിസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദമെന്നറിയോ? ഇന്നല്ലാഹ ഗഫറ ലികുല്ലി മൻ സ്വല്ല അല ശാഫിഈ. ശാഫിഈ ഇമാമിന്റെ മേൽ ആരെല്ലാം മയ്യത്ത് നിസ്കരിച്ചു അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തു. അതേ സമയത്ത് വഗഫറ ലിശാഫിഈ, ശാഫിഈ ഇമാമിനെ അല്ലാഹു തആല പുറത്തു കൊടുത്തു ബിസ്വലാത്തി സയ്യിദത്തി നഫീസ അലൈഹി. നഫീസ ബീവിയുടെ ബറക്കത്ത് കൊണ്ട്, നഫീസ ബീവി ശാഫിഈ ഇമാമിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ശാഫിഈ ഇമാമിനെ പുറത്തു കൊടുത്തു. മറ്റുള്ള
ഉള്ളവർക്കൊക്കെ ഷാഫി ഇമാമിന്റെ മേൽ അവർ മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തു. അപ്പൊ നാം താജുൽ ഉലമയുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു, താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരും. അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ആ തണല് നേതൃത്വം നൽകിയ താജുൽ ഉലമ, അവിടുത്തെ പിൻഗാമി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. തങ്ങളവരുടെ നേതൃത്വം അല്ലാഹു ദീർഘകാലം നമുക്ക് തരട്ടെ. താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് തന്നെ തങ്ങളവരുകൾ ഉള്ളാളത്ത് വെച്ച് 60 വർഷം ഉള്ളാളത്ത് ദർസ് നടത്തിയപ്പോൾ അവിടെ വെച്ച് സംഘടിപ്പിച്ച ആ പരിപാടിയിൽ പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ ആരും ഒന്നും കരുതണ്ട, ഞാനതാ എനിക്ക് എന്റെ കൂടെ എന്റെ മകനായ ബഹുമാനപ്പെട്ട തങ്ങളെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്. പക്ഷേ ആ പേര് പറയാൻ നമ്മുടെ നാക്കിന് പവറില്ലാത്തത് കൊണ്ട് ഞങ്ങളത് പറയൂല. തങ്ങളവരെ പേര് പറഞ്ഞിട്ട് ഇനി തങ്ങളുണ്ട് എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട ഈ മീനാദി കുത്ബി നഗറിലുള്ള സത്യവിശ്വാസികളോട് ഞാൻ പറയട്ടെ, ആ തണലാണ് നമുക്കുള്ളത്. പടച്ചറബേ, ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവിടത്തേക്ക് നീ ഹിമ്മത്ത് നൽകണേ റഹ്മാനെ. അവിടുത്തെ നേതൃത്വം സാധുക്കളായ നമുക്ക് ദീർഘകാലം നീ നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് സാധുക്കളായ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് വേണ്ടത് തങ്ങളവர்கள் പറയും, ദുആ ചെയ്തു തരും എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.